ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം ആഗമനകാലം 2-ാം ഞായർ. ലൂക്കാസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. തിബേരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെറോദേസ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇത്തൂറിയ ത്രക്കോണിത്തിസ് പ്രദേശങ്ങളിലും ലിസാനിയോസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരും അന്നാസും കയഫാസും മഹാപുരോഹിതന്മാരും ആയിരുന്ന കാലത്ത് സക്കറിയാസന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിലുള്ള മാനസാന്തരത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികത്തപ്പെടും, എല്ലാ മലയും കുന്നും നിരത്തപ്പെടും. എല്ലാ താഴ്വരയും നികത്തപ്പെടും, എല്ലാ മലയും കുന്നും നിരത്തപ്പെടും. വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, ദുർഘടമായത് മൃദുവാക്കപ്പെടും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷ കാണും. ഈ 6-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം ഇന്നത്തെ വായനയിൽ, സുവിശേഷ വായനയിൽ, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷ കാണും. ദൈവത്തിൻ്റെ രക്ഷ എന്ന് വെച്ചാൽ ദൈവം രക്ഷപ്പെടുന്നത് കാണും എന്നല്ല കേട്ടോ. ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്ന രക്ഷ, ദൈവം കൊണ്ടുവരുന്ന രക്ഷ എന്നർത്ഥം. ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷപ്പെടുമെന്നല്ല, ദൈവം കൊണ്ടുവരുന്ന രക്ഷ അല്ലെങ്കിൽ ദൈവം നൽകുന്ന രക്ഷ എന്നാണ്. ഈ യെശയ്യായുടെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സകല ജഡവും ഒന്നിച്ച് അത് കാണും. സകല ജഡവും ഒന്നിച്ച് അത് കാണും. ഇതിൻ്റെ സെപ്തുജിന്ത് പാഠാന്തരത്തിൽ കാണുന്നത് സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്നാണ്. സ്നാപക യോഹന്നാൻ ഈ സെപ്തുജിന്ത് പാഠം ഉപയോഗിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ആദിമസഭയുടെ ബൈബിളായിരുന്നു സെപ്തുജിന്ത്, ഗ്രീക്ക് ബൈബിള്, ഹീബ്രുവിൽ നിന്നല്ല. അപ്പോൾ സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്നാണ് ഗ്രീക്ക് ബൈബിളിൽ കിടക്കുന്നത്. അതാണ് സ്നാപക യോഹന്നാന് പരിചയമുള്ള ബൈബിള്, അതാണ് പറയുന്നത്. ഇവിടെ ജഡം എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം എന്നാണ്. എല്ലാ ജഡവും എന്ന് വെച്ചാൽ മനുഷ്യവംശം മുഴുവൻ, മനുഷ്യവർഗം മുഴുവൻ, മനുഷ്യവംശം മുഴുവൻ ദൈവം നൽകുന്ന രക്ഷ ആസ്വദിക്കുമെന്നാണ് യോഹന്നാന്റെ പ്രഖ്യാപനം. ഈ ദൈവം നൽകുന്ന രക്ഷയുടെ വിവിധ വശങ്ങൾ യെശയ്യാ പ്രവാചകൻ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. കാരണം യെശയ്യായിൽ നിന്നാണല്ലോ സ്നാപക യോഹന്നാൻ ഇത് എടുത്ത് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ദൈവം നൽകുന്ന രക്ഷയുടെ വിവിധ ചക്രവാളങ്ങൾ? എളിയവരെയും പീഡിതരെയും ദൈവം രക്ഷപ്പെടുത്തും. യെശയ്യാ 41:17, 42:7, 49:13. ദൈവം ആത്മാവിന് വർഷിക്കും രക്ഷയുടെ കാലയളവിൽ. യെശയ്യാ 44:3. ഇസ്രായേലിനെ ദൈവം പുനരുദ്ധരിക്കും. യെശയ്യാ 43:5, 7, 48:20, 49:5. ദൈവം ഇടയനും രാജാവുമായി യെറൂസലമിൽ വന്ന് സദ്വാർത്ത അറിയിക്കും. യെശയ്യാ 40:9, 10, 52:7, 10. ദൈവം ശത്രുക്കളെ നിഗ്രഹിക്കും. യെശയ്യാ 41, 11, 13, 47, 1, 15. ദൈവം തൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കും. യെശയ്യാ 43, 23, 44, 22, 55, 7. ഇവയുടെ പരകോടിയിൽ യാഹ്വയുടെ ദാസൻ തന്നെ ജനതകളെ ആശീർവദിക്കാനും, യെശയ്യാ 42, 1, 4, 49, 1, 6, അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും വരും. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ എല്ലാം പരകോടിയിൽ ഞാൻ അതൊന്നുകൂടി പറയാം. എന്താണ് ദൈവം നൽകുന്ന രക്ഷയുടെ വിവിധ മാനങ്ങൾ? എളിയവരെയും പീഡിതരെയും ദൈവം രക്ഷപ്പെടുത്തും. ദൈവം ആത്മാവിന് വർഷിക്കും രക്ഷയുടെ കാലയളവിൽ. ഇസ്രായേലിനെ പുനരുദ്ധരിക്കും. ഇടയനും രാജാവുമായി യെറൂസലേമിൽ വന്ന് സദ്വാർത്ത അറിയിക്കും. ദൈവം ശത്രുക്കളെ നിഗ്രഹിക്കും. തൻ്റെ മക്കളോട് കാരുണ്യം കാണിക്കും. ഇവയുടെ എല്ലാം പരകോടിയിൽ യാഹ്വയുടെ ദാസൻ ജനതകളെ ആശീർവദിക്കാനും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും വരും. യെശയ്യാ 50:4-9, 52:13 മുതൽ 53:12 വരെ. ഈ കാര്യങ്ങളെല്ലാം നിവൃത്തിയാക്കിയത്, പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാം തികഞ്ഞ രൂപത്തിൽ പൂർത്തിയാക്കിയത് നസ്രത്തിലെ യേശുവാണ്. കാരണം ദൈവം നിയമിച്ച് വാഴിച്ച് അയച്ച കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവം നമുക്ക് നൽകുന്ന രക്ഷ. ഒന്ന് ആവർത്തിക്കുക: ദൈവം നിയമിച്ച് വാഴിച്ച് അയച്ച കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവം നമുക്ക് നൽകുന്ന രക്ഷ. അവൻ്റെ ജീവിതവും മരണവും ഉത്ഥാനവുമാണ് മനുഷ്യവംശത്തിന് ദൈവം നൽകുന്ന രക്ഷ. അത് സകല ജഡവും കാണും, സകല ജഡവും കാണും. കർത്താവായ യേശുവിനെ സകല തലമുറകളും കാണാൻ വേണ്ടിയാണ് കർത്താവായ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. അപ്പം സകല ജഡവും രക്ഷ കാണുമെന്ന് പറഞ്ഞാൽ സകല ജഡവും ക്രിസ്തുവിനെ കാണും. അങ്ങനെ സകല തലമുറകളിലും പെട്ട സകല ജനങ്ങളും ക്രിസ്തുവിനെ കാണാനുള്ള സാധ്യത ഒരുക്കുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട്. അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു, അവൻ മരിച്ച് ഉത്ഥാനം ചെയ്ത് പോയി, ഇനി അവൻ വീണ്ടും വരും.
അതിനിടയിലുള്ള ഒരു കാലയളവ് ശൂന്യതയുടെ കാലയളവല്ല, മറിച്ച് അവനെ കാണുന്ന കാലയളവാണ്. അങ്ങനെ അക്കാലത്ത് മനുഷ്യാവതാരം ചെയ്ത കർത്താവിനെ അക്കാലത്ത് മനുഷ്യർ കണ്ടതുപോലെ എല്ലാ തലമുറകളിലും പെട്ട എല്ലാ ജഡങ്ങളും എല്ലാ മനുഷ്യർക്കും കാണാൻ സാധ്യത ഒരുക്കുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിലൂടെ. അങ്ങനെ മനുഷ്യാവതാരം, ദൈവത്തിന്റെ മനുഷ്യാവതാരം ലോകാവസാനം വരെ, ദ്വിതീയാഗമനം വരെ നൈരന്തര്യമാക്കപ്പെടുകയാണ്. അന്ന് യേശു എന്ന മനുഷ്യൻ ദൈവമായിരുന്നു എന്ന് വിശ്വസിക്കാൻ എത്രമാത്രം പ്രയാസമുണ്ടായിരുന്നോ അത്രത്തോളം പ്രയാസമുണ്ട് ഇന്ന് തിരുവോസ്തി ദൈവമായ യേശുവാണ് എന്ന് വിശ്വസിക്കാൻ. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റാത്തവരാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയി കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നത്. അതായത് അവരുടെ വിശ്വാസത്തിന് ആഴമില്ല. യേശു എന്ന മനുഷ്യനെ കണ്ടപ്പോൾ അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം വെല്ലുവിളി ഉണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ വെല്ലുവിളി ഉണ്ടായിരുന്നു. അത്ര തന്നെ വെല്ലുവിളിയുണ്ട് ഇന്ന് തിരുവോസ്തി കാണുമ്പോൾ അത് ദൈവമായ യേശുവാണെന്ന് വിശ്വസിക്കാൻ. ആ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റാതെ ദുർബല ഹൃദയരാണ് പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, യഹോവ സാക്ഷികള്, അങ്ങനെയുള്ള 100,000 അകത്തോലിക്കര്. അതായത് വിശ്വാസത്തിന്റെ വെല്ലുവിളി നേരിട്ടപ്പോൾ വീണുപോയവരാണ് അവർ. വിശ്വാസം ത്യജിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വിശ്വാസത്യാഗത്തിന്റെ വക്കിലാണ് അവർ. അതിനാൽ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടത് സകല ജഡവും ദൈവത്തിന്റെ രക്ഷ കാണാൻ ആവശ്യമാണ്. സകല ജഡവും ദൈവത്തിന്റെ രക്ഷ കാണണമെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. കർത്താവിന്റെ ആഗമനത്തിന് ഒരുങ്ങുന്ന കാലമാണ് ആഗമന കാലം. ആ ആഗമന കാലത്ത് കർത്താവ് ആഗമനം ഇല്ലേ, കർത്താവിന്റെ വരവ്, ആ വരവിൽ സകല ജഡവും അവനെ കാണണം. കുറേ പേര് നമ്മൾ ഇന്ന് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ ഒന്ന്, പെന്തക്കോസ്തക്കാരെ ചെന്നില്ല, അവർ വീട്ടിൽ ചെന്നിട്ട് പറയുക. അവരാദ്യമൊക്കെ നമ്മൾ എതിർക്കായിരിക്കും. ദൈവസഭക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് പറയുക, ആഗമനകാലമാണ്, സകല ജഡവും ദൈവത്തിന്റെ രക്ഷ കാണണം. ദൈവത്തിന്റെ രക്ഷ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കാണണം. അത് കാണണമെങ്കിൽ നിങ്ങൾ കത്തോലിക്ക പള്ളിയിൽ വരണം. അവിടെയാണ് യേശുക്രിസ്തുവിനെ കാണാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രസംഗിക്കണം. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം അങ്ങനെ പറയുക. അവർ നമ്മുടെ വീടുകളിൽ വന്നിരുന്നല്ലോ, ഇപ്പം നമ്മൾ അവരുടെ വീടുകളിൽ പോകാൻ സമയമായി. കർത്താവിൻ്റെ ആഗമനത്തിലുള്ള ഏറ്റവും നല്ല ഒരുക്കം അതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.